ഏതാണ്ട് ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മോഡലാണ് ഈ പടം അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം കേട്ടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ പറ്റിയല്ല, ബാഡ് ബോയ്സിന്റെ 4ാമത്തെ പടമായ റൈഡ് ഓർ ഡൈനെ കുറിച്ചാണ്. എനിക്ക് ഈ പടത്തിൽ ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ക്യാമറ കൊണ്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. ഫൈറ്റ് സീക്വൻസ് ആണ് മോനെ ഈ പടത്തിന്റെ മെയിൻ അട്രാക്ഷൻ. ഫ്ലൈറ്റിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ജയിലിൽ ഒരു ഫൈറ്റ് ഉണ്ട്, പിന്നെ അവസാനം ക്രോക്കഡൈൽ ഐലൻഡിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അവിടെയാണ് ക്യാമറ വർക്കിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഫൈറ്റ് സീക്വൻസിന്റെ ഇടയിലുള്ള FPV ഡ്രോൺ ഷോട്ടുകളുണ്ട്. മാത്രമല്ല ഈ ഗൺ ഫൈറ്റിന്റെ ആ ഒരു POV കാണിക്കുന്ന റിഗ് ഉണ്ട്. അങ്ങോട്ട് പോകുന്നു, കറക്കി ഇങ്ങോട്ട് വരുന്നു. അത് വേറെ ലെവലായിരുന്നു. അതൊക്കെയാണ് ഈ പടത്തിൽ ആകെ ഉള്ളത്. സെക്കൻഡ് ഹാഫിലാണ് ഈ സ്റ്റൈലുകളൊക്കെ ശരിക്കും ഒരു ഗുമ്മ വന്നത്. ഫസ്റ്റ് ഹാഫിൽ ആ സെയിം സ്റ്റൈല് ഭയങ്കര ഡിസോറിയന്റിങ് ആയിരുന്നു. എല്ലാ ക്യാമറയും ഇങ്ങനെ തിരിഞ്ഞു വരുന്നു, നേരെ വരുന്നു, ചുറ്റും കറങ്ങുന്നു. എപ്പോഴും ആ ഒരു അനക്കം ഭയങ്കരമായിരുന്നു. ഇതിൽ കുറച്ച് ക്യാമിയോ പരിപാടികളുണ്ട്. നമ്മുടെ കാബിലയും വരുന്നുണ്ട്, മൈക്കിൾ ബേ വരുന്നുണ്ട്, DJ ഖാലിദ് വരുന്നുണ്ട്. സംഭവം എന്റർടൈനിങ്. പക്ഷെ എനിക്ക് പേഴ്സണലി മൈക്കിൾ ബേന്റെ ആദ്യത്തെ ആ 2 പടമാണ് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബൈ.